സമൂഹത്തിന്റെ മുന്നിൽ സത്യം പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ MD കുറിച്ച് മൗദൂദി ചാനലിലെ 9 on 6 മതപ്പണിക്കാരൻ പറയുന്ന വാചകം ഒന്ന് കേട്ടെ. സതീശന് വേണ്ടി രംഗത്തിറങ്ങുന്ന ആളുകളുടെ പേര് നോക്കിയാൽ മനസ്സിലാവുന്ന പ്രസിദ്ധനായ ഒരു മരമുറിക്കാരൻ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ ഒരു കഥ അല്ലെങ്കിൽ ഒരു തരം വിദ്വേഷത്തിൻ്റെ ചുവയുള്ള കുറേ ആഖ്യാനങ്ങൾ ഇങ്ങനെ ഉയർന്നു വരികയാണ്. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ഉപമുഖ്യമന്ത്രി സ്ഥാനം എടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സതീശന് വേണ്ടി രംഗത്തിറങ്ങുന്ന ആളുകളുടെ പേര് നോക്കിയാൽ മനസ്സിലാവുന്ന പ്രസിദ്ധനായ ഒരു മരമുറിക്കാരൻ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. നമുക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് ചോദിക്കുകയാണോ ചോദിക്കുക? എന്താ അവർക്ക് അതിന് അർഹതയില്ല? ഉപമുഖ്യമന്ത്രി സ്ഥാനമല്ല, മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ അവകാശമുണ്ട്. കേട്ടല്ലോ, മരമുറിക്കാരൻ. എന്താണ് അദ്ദേഹത്തെ അങ്ങനെ അധിക്ഷേപിക്കാൻ കാരണം? അതായത് ഞങ്ങൾ സതീശന് വേണ്ടി ചെയ്ത മതപ്പണി, ആ മതപ്പണിയെക്കുറിച്ച് സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് റിപ്പോർട്ടർ ചാനലിലെ MD ആയിട്ടുള്ള ആൻഡോ. അതായത് സതീശന്റെ പിന്നിൽ അണിനിരക്കുന്നവർ, സതീശന് വേണ്ടി തെരുവിലിറങ്ങുന്നവർ, സതീശന്റെ ഒപ്പം നിൽക്കുന്നവരെ എല്ലാം എടുത്തൊന്ന് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പിന്തുണ പേരുകൾ എടുത്തു നോക്കിയാൽ അതിന്റെ പിന്നിൽ മൗദൂദികളാണ്, ജമാഅത്ത് ഇസ്ലാമി ആണെന്നുള്ള കാര്യം ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. അങ്ങനെ പച്ച വർഗീയതയിലൂടെ, അങ്ങനെ മുഖ്യമന്ത്രി കസേര മോഹിച്ച അതിതീവ്ര സ്ഥാനമോഹിയായ ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് എത്തിച്ചതിന് പിന്നിൽ കളിച്ച കളിയെക്കുറിച്ച് ഒരു വ്യക്തി സമൂഹത്തോട് പറഞ്ഞു. അയാളെ ഉടനെ റദ്ദാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അയാളെ മരമുറിക്കാരനെന്ന് ആക്ഷേപിക്കണം. മരമുറിയേക്കാൾ ഏറ്റവും വലിയ മുറിപ്പാണ് ഈ നാട്ടിൽ മതേതരത്വം മുറിച്ചിട്ടിരിക്കുന്നത്. മതേതരത്വത്തെ നശിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ആശങ്കയുടെ കനൽ വാരിയിട്ടാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. ആ മുഖ്യമന്ത്രിയാക്കിയതിനു ശേഷം തെരുവിൽ വിളിച്ച മുദ്രാവാക്യം, അത് ഇടുക്കിയിൽ നിന്ന് ദൃശ്യം പുറത്തു വന്നപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ. കേട്ടല്ലോ, ഈ റിയാലിറ്റിയെ കുറിച്ചാണ് ആര് പറഞ്ഞത്? ആൻഡോ പറഞ്ഞത്. ആ റിയാലിറ്റി റദ്ദാക്കാൻ അയാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്ര പ്രചാരകനെയാണ് മീഡിയ വണ്ണിൽ കയറ്റിയിരുത്തിയിട്ട് മാധ്യമപ്രവർത്തകന്റെ ലേബലിൽ ഇരുത്തിയിരിക്കുന്നത്. അതായത് കേരളമെന്ന സുരക്ഷിത താവളത്തിൽ മാത്രം ഇരുന്ന് ഇവന് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. അല്ലാതെ കേരളം വിട്ട് ഏതെങ്കിലും സ്റ്റേറ്റിൽ ചെന്ന് ഇമാതിരി അലവലാദിത്തരവും ഇമാതിരി പച്ച വർഗീയതയും പറഞ്ഞാൽ വിവരമറിയുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചിരുന്ന കേരളത്തിലിരുന്ന് ഇമാതിരി വർഗീയത പറയാനും സുരക്ഷിതത്വം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലകളിൽ മീഡിയ വൺ ചാനലിനകത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കയറിയിരുന്ന് ജനങ്ങളോട് ഈ പച്ച വർഗീയതയെല്ലാം പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചത്. ഈ വാചകങ്ങൾക്ക് ശേഷമെല്ലാം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ നാടിന്റെ മതസൗഹാർദ്ദം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മതസൗഹാർദ്ദം നഷ്ടപ്പെട്ട് കേരളത്തെ രണ്ട് ചേരികളാക്കാൻ കഴിഞ്ഞ അതേ വർഗീയ നാവ് കൊണ്ട് ഇപ്പോൾ സ്വയം മഹാൻ ചമഞ്ഞ് യാഥാർത്ഥ്യം മനുഷ്യരോട് പറഞ്ഞാൽ അവരെ ഉടനടി വ്യക്തിപരമായ അധിക്ഷേപം നടത്തി അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെ ഇല്ലാതാക്കാനാണ് പരിശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ നാട്ടിൽ ഇമാതിരിയുള്ള രീതിയിൽ വർഗീയതയൊക്കെ നടത്തും. ആര്? ജമാഅത്ത് ഇസ്ലാമിക്കാർ. എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഉടനടി അവർക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞ് ആ വ്യക്തികളെ സമൂഹത്തിന്റെ മുന്നിൽ ഇകഴ്ത്തുക എന്നുള്ള തന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ വർഗീയത എത്രമാത്രം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പോളറൈസേഷനും BJPക്ക് അത് എത്ര ആനുകൂല്യമായി മാറാൻ പോകുന്നു എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. അതിനുവേണ്ടി ഈ നാട്ടിലെ മതസൗഹാർദ്ദം തകർത്തവനാണ് മറ്റൊരാളെ അധിക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്.